സമയം എന്ന ഒരു സംഭവത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ശരിക്കും സമയത്തിന്റെ അർത്ഥം നമുക്ക് ആർക്കും അറിയില്ല. 1687 ഐസക് ന്യൂട്ടൺ പറയുകയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സമയവും കോൺസ്റ്റന്റ് ആണ്. അതായത് ഭൂമിയിലെ 10 മണി എന്ന് പറയുന്നത് ആൻഡ്രോമേഡ ഗാലക്സിയിലത്തെ 10 മണി എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമയത്തിന്റെ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ടൈം എന്ന് പറയുന്നത്. അതിൽ പിന്നെ 1905 വരെ ഇദ്ദേഹത്തിന്റെ തിയറിയാണ് നമ്മുടെ ലോകം മുഴുവനും അംഗീകരിച്ചു പോയത്. പക്ഷെ സമയം എന്ന് പറയുന്ന ഫാക്ടറിനെ ഒട്ടും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ഒട്ടും തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഭവമാണ് ശരിക്കും സമയം എന്നുള്ളൊരു റിയലൈസേഷൻ കൊണ്ടുവന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ഇദ്ദേഹത്തിന്റെ തിയറീസിലൂടെ സമയം എന്ന് പറയുന്നത് ഒരു എൻറ്റയർ ഡയമെൻഷൻ ആണെന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഇടയിലേക്ക് തരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഗ്രാവിറ്റിയിലും സ്പീഡിലും ഉണ്ടാവുന്ന ചേഞ്ച് കാരണം സമയത്തിന് വ്യത്യാസം വരും എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി ആവട്ടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രാക്ടിക്കലി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സമയത്തെ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സ്റ്റബേൺ ഇല്യൂഷൻ ആയിട്ടാണ്. അതായത് പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റും എല്ലാം കൂടി കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആയിട്ടാണ് ശരിക്കും ഇദ്ദേഹം പറയുന്നത്. ഇതിനാണ് നമ്മൾ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കയറി കണ്ടാൽ മതി. ഇദ്ദേഹത്തിന്റെ തിയറീസിലൂടെ സമയം എന്നത് ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ഇദ്ദേഹം പ്രൂവ് ചെയ്തു. അതായത് പ്രപഞ്ചം മൊത്തം കിടക്കുന്ന സമയം ഒന്നല്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഹ്യൂമാനിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ ഫണ്ടമെന്റൽ ചോദ്യം എന്താണ് ശരിക്കും സമയം? സമയത്തിനെ കുറിച്ചുള്ള ഏതെങ്കിലും കവിതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിറ്റിക് ലൈൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വാചകം കാണാൻ പറ്റും. സമയം ആർക്കു വേണ്ടിയും ഒരിക്കലും കാത്തു നിൽക്കില്ല. സമയം എന്നുള്ളത് എപ്പോഴും മുന്നോട്ടേ പോവുള്ളൂ. എന്നാൽ ഇതിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് സമയത്തെ ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആക്കുന്നത്. സ്പേസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? സമയം എന്നതിന്റെ അർത്ഥം ഏകദേശ ധാരണ നമുക്കുണ്ട്. അത് മുന്നോട്ട് മാത്രം പോകുന്ന ഒരു സംഭവം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അപ്പോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സ്പേസ് ടൈം എന്നുള്ള ഒരു വാചകം വരുന്നത്. ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്ന സയൻസ് വീഡിയോസിലൂടെ സ്പേസ് ടൈം എന്നുള്ള ഒരു വാചകം നിങ്ങൾ കേട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യനാണ് സ്പേസ് ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഹ്യൂമാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ആണ്, ടൈം എന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷൻ ആണ്. ഒരാളെ പിടിച്ച് സ്പേസിൽ കൊണ്ടിടുകയാണെങ്കിൽ സ്പേസ് എന്ന ഒരു ഡയമെൻഷനകത്ത് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം. മുന്നോട്ട് പോവാം, പുറകോട്ട് പോകാം, മേഴേക്ക് പോകാം, താഴത്തേക്ക് പോകാം, ഏത് ഡയറക്ഷനിലേക്ക് പോവാം. പക്ഷെ സ്പേസിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ഡയമെൻഷനാണ് സമയം എന്ന് പറയുന്നത്. പക്ഷേ സ്പേസിൽ എന്ന പോലെ തന്നെ സമയത്തിൽ നമുക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ, പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തിയറിയിലും പറയുന്നത് സ്പേസ് ടൈം എന്നുള്ള ഒരു ഡയമെൻഷന്റെ ടൈം ഡയമെൻഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും, പുറകോട്ട് പോകാൻ കഴിയും. അത് ഒരു തിയറി മാത്രമാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. കാരണം ഇതുവരെയായിട്ടും നമുക്ക് സമയത്തിന്റെ പുറയിലോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, പാസ്റ്റിലോട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ സമയത്തിന്റെ മീനിങ് ശരിക്കും എന്താണ്? സമയം കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ നേച്ചർ എന്താണ്? അത് ഫിസിക്സിലൊരു ടേം ഉണ്ട്, എൻട്രോപ്പി എന്ന് പറയും. അത് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സമയത്തിന് എന്തുകൊണ്ടാണ് ഒരൊറ്റ ഡയറക്ഷൻ മാത്രം ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം, എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു പ്രപഞ്ചം തന്നെയാണ്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പോരാണ്ട് വരും. അപ്പൊ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എൻട്രോപ്പിയുടെ ഏറ്റവും കോമൺ ബേസിക് ഡെഫിനിഷൻ മാത്രം മതി. എൻട്രോപ്പിയുടെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ മെഷർ ഓഫ് ഡിസോർഡർ എന്നാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർ എന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ മാത്രമാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്തൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിൽക്കുന്ന ഈ റൂമിന്റെ അകത്ത് ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ? ഈ എയർ മോളിക്യൂൾസിന് ഈ റൂമിൽ എവിടെ വേണമെങ്കിലും നിൽക്കാം, ഏതൊരു അറേഞ്ച്മെന്റിൽ വേണമെങ്കിലും നിൽക്കാം. ഈ റൂമിലുള്ള എയർ മോളിക്യൂൾസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണെന്ന് വിചാരിക്കാം, അടുത്തത് ബി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആയിരിക്കാം, അടുത്തത് സി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആയിരിക്കാം. അങ്ങനെ ഇൻഫിനിറ്റ്ലി നമുക്ക് ഈ ഒരു സംഭവത്തെ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എത്ര രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു മെഷറാണ്, ആ ഒരു മെഷർമെന്റ് ആണ് ശരിക്കും എൻട്രോപ്പി എന്ന് പറയുന്നത്. ഈ വീഡിയോക്ക് വേണ്ടി എൻട്രോപ്പിനെ പറ്റി ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അത് ശരിക്കും എന്താണ് പറയുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്ന ആ ഒരു സംഭവമില്ലേ, ആ ഒരു മെഷർമെന്റ് ഇല്ലേ, അത് ഒരിക്കലും കുറയില്ല, അത് കൂടുക മാത്രമേ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് സമയം എന്തുകൊണ്ടാണ് ഒരൊറ്റ ഡയറക്ഷനിലേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോ അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു കോഴിമുട്ട കയ്യിലെടുക്കുക, എന്നിട്ട് അത് താഴത്തേക്ക് ചുമ്മാ ഡ്രോപ്പ് ചെയ്യുക.
അപ്പോ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഈ മുട്ട ഒബ്വിയസ്ലി പൊട്ടി ചിന്നി ചിതറി ഇങ്ങനെ പോകുന്ന ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും. എന്നാൽ ഞാൻ ആ കോഴിമുട്ട താഴത്തേക്ക് ഇടുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ റെക്കോർഡിംഗ് എടുത്തിട്ട് ഞാനൊന്ന് ഇങ്ങനെ റീപ്ലേ അടിച്ചു നോക്കണം. അതായത് ഇങ്ങനെ കോഴിമുട്ട എന്നെ കഴിഞ്ഞ് താഴത്തേക്ക് വീഴുന്നു, അത് പൊട്ടുന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ ആ വീഡിയോ റിവേഴ്സ് ചെയ്തിട്ട് ആ വീഡിയോയുടെ അവസാനം യോജിപ്പിക്കുകയാണ്. അതായത് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ കോഴിമുട്ട താഴത്തേക്ക് വീഴുന്നു, അത് പൊട്ടി ചിന്നി ചിതറുന്നു. അത് കഴിഞ്ഞിട്ട് ആ ചിന്നി ചിതറിയ മുട്ട ഒറ്റയടിക്ക് ഒരൊറ്റ കോഴിമുട്ട ആവുന്നതിന്റെ കയ്യിലേക്ക് തിരിച്ചു വരുന്നു. ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ആരെങ്കിലും കൊണ്ടേ കാണിച്ചു എന്ന് വിചാരിക്കും, ഈ ഒരു വീഡിയോ കാണിച്ചു എന്ന് വിചാരിക്കാം. അയാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ത്, ഈ കോഴിമുട്ട താഴത്തേക്ക് വീണ്ടും പൊട്ടിയിട്ട് അതിനെ റിവേഴ്സ് ചെയ്തതാണെന്നുള്ള ഒരു കാര്യം, ആ ഒരു ബോധം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എന്റെ കയ്യിലിരിക്കുമ്പോൾ ആ കോഴിമുട്ടയുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, എന്റെ കയ്യിലിരിക്കുന്ന കോഴിമുട്ടേന്റെ അകത്തുള്ള മോളിക്യൂൾസും ആ മുട്ടയുടെ ഷേപ്പും എല്ലാം ഇൻടാക്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് പൊട്ടിച്ചിഞ്ചി ചെറിയൊന്നും പോകുന്നില്ല. മുട്ട പോലെ തന്നെയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എൻട്രോപ്പി വളരെ വളരെ കുറവായിരിക്കും. ഇനി എന്റെ കയ്യിലിരിക്കുന്ന മുട്ട പയ്യെ താഴത്തേക്ക് വീഴുകയാണ്. ഈ സംഭവം താഴത്തേക്ക് വീണ് ഈ പറയുന്ന ആ ഒരു ഗ്രൗണ്ട് ആയിട്ട് തറയായിട്ട് മുട്ടുന്ന ആ ഒരു സെക്കൻഡ് വരെ ഈ മുട്ടയുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. ഈ മുട്ട എപ്പോഴാണോ ഫ്ലോറിൽ ഇടിക്കുന്നത് അല്ലെങ്കിൽ തറയിൽ എപ്പോഴാണ് ഇടിക്കുന്നത്, ആ ഒരു നിമിഷത്തിൽ ഈ മുട്ടയുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, ഏറ്റവും മാക്സിമത്തിലായിരിക്കും നിൽക്കുന്നത്. അതെന്തായിരിക്കും കാരണം? ഈ മുട്ട താഴേക്ക് ഇടിക്കുമ്പോൾ ആ മുട്ട ഏതൊക്കെ രീതിയിലാണോ പൊട്ടിപ്പോകുന്നത്, ഇപ്പൊ 20 പീസായിട്ടാണോ പൊട്ടിപ്പോകുന്നത്, 100 പീസായിട്ടാണോ, 1000 പീസായിട്ടാണോ പൊട്ടിപ്പോകുന്നത്, അപ്പോ അത് എന്ത് രീതിയിലായിരിക്കും അത് പൊട്ടിപ്പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അത് മനസ്സിലാവുന്നത് എപ്പോഴാണ്? ആ മുട്ട പൊട്ടി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മുട്ട ഏതൊക്കെ രീതിയിൽ പൊട്ടിപ്പോവാം എന്നുള്ളതിന്റെ ആ ഒരു മെഷർമെന്റ്, ആ ഒരു എണ്ണം എന്ന് പറയുന്നത് മാക്സിമം ഒരിക്കലും നിൽക്കുന്നത് ഒരു ഇൻഫിനിറ്റി ആയിരിക്കും. അത് ആ ഇൻഫിനിറ്റിയിൽ ഒരു പോസിബിലിറ്റിയിലൂടെ ആയിരിക്കും ആ മുട്ട പൊട്ടിപ്പോകുന്നത് ഇൻ റിയാലിറ്റി. അതുകൊണ്ടാണ് ഇവിടുത്തെ എൻട്രോപ്പി എന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസിലൂടെയാണ് ആ മുട്ട പൊട്ടിപ്പോവാനുള്ള സാധ്യത കിടക്കുന്നത്. പക്ഷെ ഇവിടെ പൊട്ടി ചിന്നി ചിതറി കിടക്കുന്ന ഈ ഒരു മുട്ട തിരിച്ച് ഒരു മുട്ടയാവുന്ന ഒരു അവസ്ഥ അത് റിയാലിറ്റിയിൽ ഒരിക്കലും നടക്കില്ല. അത് നടക്കണമെങ്കിൽ സമയം പുറകോട്ട് പോയേ തീരൂ. അതോടൊപ്പം തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്ന സംഭവം ലോ സ്റ്റേറ്റിൽ നിന്ന് ഹൈ സ്റ്റേറ്റിലേക്കേ പോവുള്ളൂ. അപ്പോ ഈ പറയുന്ന പോലെ മുട്ട ഈ പൊട്ടിക്കിടക്കുന്ന മുട്ട തിരിച്ച് ഒരു മുട്ടയുടെ ഷേപ്പിലായിട്ട് ഇതിന്റെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവം, അതായത് സമയം പുറകോട്ട് പോകുന്ന ഒരു കാര്യം എൻട്രോപ്പി രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ, ഈ പൊട്ടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുട്ടയുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് സൂപ്പർ ഹൈ ആയിരിക്കും, ഏറ്റവും മാക്സിമത്തിൽ നിൽക്കുകയായിരിക്കും. അങ്ങനെ ഈ ഒരു സംഭവം റിവേഴ്സ് ചെയ്ത് വന്നിട്ട് ഈ മുട്ട തിരിച്ച് ഈ പൊട്ടിക്കിടക്കുന്ന മുട്ട തിരിച്ചൊരു മുട്ടയാവുകയാണെങ്കിൽ ഇവിടെ ഹൈ എൻട്രോപ്പിന്ന് ഈ മുട്ടയുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള ലോ എൻട്രോപ്പിയിലേക്ക് ഇങ്ങനെ പോകും. അത് തെർമോഡൈനാമിക്കലി ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു ഫിനോമിനൻ അവിടെ സംഭവിക്കാൻ ഈ പ്രപഞ്ചം അനുവദിക്കില്ല. അപ്പൊ എൻട്രോപ്പി ഒരിക്കലും ഹൈ ടു ലോയിലേക്ക് പോയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോകണമെങ്കിൽ സമയം റിവേഴ്സ് അടിച്ചേ തീരൂ. എന്നാൽ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് സമയത്തിന്റെ ഡയറക്ഷൻ, അതായത് സമയം മുന്നോട്ട് മാത്രമേ പോവുള്ളൂ എന്നുള്ളൊരു ഡയറക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ സമയത്തിലൂടെ പുറകിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അതായത് ടൈം ട്രാവൽ ടു ദ പാസ്റ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോ തെർമോഡൈനാമിക്കലി ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ എൻട്രോപ്പി ഹൈ നിന്ന് നമ്മൾ ലോ എൻട്രോപ്പിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ടാണ് സമയത്തിന് ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രാക്ടിക്കലി അറിയുന്ന ഒരു കാര്യം തിയറിറ്റിക്കലി നമ്മൾ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഹൈ എൻട്രോപ്പിയിൽ നിന്ന് ലോ എൻട്രോപ്പിയിലേക്ക് എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത്, അങ്ങനെ പോകാൻ പറ്റില്ലേ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ടേബിളിന്റെ മുകളിൽ 4 ബുക്കുകൾ ഞാൻ മേളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഈ 4 ബുക്കുകളും മുകളിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ള ആ ഒരു രീതി, ആ ഒരു പാറ്റേണിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 2 ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടുത്തെ എൻട്രോപ്പി എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടതിന്റെ ഒരു എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. എന്നാൽ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബുക്ക് ഒരാൾ വന്നിട്ട് വെതർ ഇട്ടു എന്ന് വിചാരിക്കാം, അവിടെ ഇവിടേക്ക് ഇട്ടു എന്ന് വിചാരിക്കാം. അപ്പോ ഈ ബുക്കുകൾ വെതർ ഇടാവുന്നതിന്റെ ആ ഒരു പാറ്റേൺ, ആ ഒരു എണ്ണം എന്ന് പറയുന്നത്, ആ ഒരു എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അതായത് എങ്ങനെ വേണമെങ്കിലും ഈ ബുക്ക് എനിക്ക് അറേഞ്ച് ചെയ്തിടാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഈ വെതറി കിടക്കുന്ന ബുക്കുകളെല്ലാം എനിക്ക് തിരിച്ച് അതേപോലെ തന്നെ വച്ചുകൂടെ? അപ്പോ ഈ ഹൈ എൻട്രോപ്പി, വെതറി കിടക്കുന്ന ഹൈ എൻട്രോപ്പിന്ന് തിരിച്ച് ലോ എൻട്രോപ്പിയിലേക്ക് വരില്ലേ? അതായത്
ഹൈറ്റ് ലോ എൻട്രോപ്പി തെർമോഡൈനാമിക്കലി ഇമ്പോസിബിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അത് പോസിബിൾ ആവുന്നുണ്ടല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലവർക്ക് ഉണ്ടായിരിക്കാം. അതിനുള്ളൊരു ഉത്തരം എന്താ വെച്ചാൽ ഈ വെതറി കിടക്കുന്ന ബുക്കുകളെല്ലാം തിരിച്ച് അറേഞ്ച് ചെയ്തത് ഇവിടെ ഒരു എക്സ്റ്റേണൽ എനർജി ആയിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ എന്റെ അനിയനെ ഉപയോഗിച്ച് ഈ ഒരു ബുക്ക് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ ഹൈ എൻട്രോപ്പിയിൽ കിടക്കുന്ന ഈ വെതറി കിടക്കുന്ന ബുക്കുകൾ തിരിച്ച് ലോ എൻട്രോപ്പിയിലേക്ക് വരുന്നത്. അവിടെയാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് കിടക്കുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഉത്തരം നിങ്ങൾ ഒരു എക്സാമിന് പോയി എഴുതുകയാണെങ്കിൽ ഈ ഒരു വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 മാർക്കേ കിട്ടുള്ളൂ. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എൻട്രോപ്പി ടെൻസ് ടു ഇൻക്രീസ് എന്നതാണ് ശരിക്കും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വാചകമാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ്, അതായത് ഇപ്പൊ ഞാനിപ്പോ വന്നിട്ട് ആ ബുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നില്ലേ, അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ. ഇതിപ്പോ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബുക്കിനെ തിരിച്ചു വന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, പുറമേ നിന്നുള്ളൊരു ഫോഴ്സ് അവിടെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം കൊണ്ടുള്ള ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയത്തിന് എന്തുകൊണ്ടാണ് ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, അതായത് മുന്നോട്ടുള്ള ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഫിസിക്സ് ഉപയോഗിച്ച് ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു വീഡിയോയിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് പറഞ്ഞെടുക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും, ഇപ്പൊ എൻട്രോപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്ത് തന്നെയും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊന്ന് താഴെ വന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക, നല്ലൊരു കമന്റ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.